ഇപ്പോഴാണ് നിനക്കൊരു വെട്ടം വന്നതെന്നൊരു ഡയലോഗ് ഒക്കെ ഉണ്ട്. ഉഫ്, പൊന്മാനല്ല മാൻ, തങ്കമ്മാനാണ്. പൊന്മാൻ ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫ്, ലിജോമോൾ ജോസ്, സജിൻ ഗോപു തുടങ്ങിയവർ അഭിനയിച്ച ഈ മലയാളം സിനിമയെ കുറിച്ചാണ് ഇന്ന്. കൊല്ലത്ത് ഒരു കല്യാണ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമ പറയുന്നത്. GR ഇന്ദുഗോപൻ എഴുതിയ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണിത്. ഞാൻ നോവൽ വായിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഒറ്റ വാക്കിൽ നല്ല കഥ, അത് നല്ലൊരു സ്ക്രിപ്റ്റ് ആക്കി നല്ല രീതിയിൽ തന്നെ വിഷ്വലൈസ് ചെയ്ത ഒരു സിനിമ. പ്രതീക്ഷിക്കാതെ പോയിട്ട് കിട്ടിയത് തങ്കം പോലുള്ള ഒരു സിനിമയാണെന്ന് ഞാൻ പറയും. ആവശ്യത്തിന് എന്റർടൈനിങ് ആണ്, ത്രില്ലിംഗ് ആണ്, ഇമോഷണലും ആണ്. ഒപ്പം കിടിലൻ പെർഫോമൻസുകളും നല്ല മേക്കിംഗും ഉള്ള പടം. ചെറിയ കഥയായിട്ട് ചെറിയ രീതിയിൽ പറഞ്ഞു തുടങ്ങിയിട്ട് സെക്കൻഡ് ഹാഫിലും ക്ലൈമാക്സിലും ഒക്കെ എത്തുമ്പോഴേക്കും ഒരു 10 മാറ്റ് തങ്കമാകുന്ന പടം. ഈ പൊന്നുരുക്കി നോക്കണം, ആളെ അടുത്തറിയണം എന്ന് പറയില്ലേ, ചെളിയിൽ മൂടപ്പെട്ട പൊന്ന് തെളിഞ്ഞു വരുന്നത് പോലെ ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മൾ കണ്ട് അവസാനം എത്തുമ്പോഴേക്കും സ്വർണ്ണ തിളക്കമുള്ളവരായി മാറുകയാണ്. ഇതിലെ ആരെയും ഞാൻ കുറ്റം പറയുകയില്ല, ഓരോരുത്തരുടെയും സാഹചര്യം അങ്ങനെയാണ്, ഗതികേടാണ്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ കഥയാണിത്. എല്ലാ ജീവിത ഭാരങ്ങളും സ്വന്തം ചുമലിലേറ്റുന്ന, ബട്ട് അതേസമയം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയം മാക്സിമം എൻജോയ് ചെയ്ത് പ്രതിസന്ധി വരുമ്പോൾ നെഞ്ചും വിരിച്ച് അത് നേരിടുന്ന, ഫൈറ്റ് ചെയ്യുന്ന ആണുങ്ങളുടെ കഥയാണ്. അതുപോലെ തന്നെ പൊന്നും പണവും പണ്ടവും ഒന്നുമല്ല, മനസ്സിന്റെ തിളക്കമാണ് ഏറ്റവും വലിയ വെട്ടം എന്ന് മനസ്സിലാക്കുന്ന പെണ്ണുങ്ങളുടെയും കഥയാണ്. സോ ഒരുപാട് ലൈഫുള്ള, സാധാരണക്കാർക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ കഥയും കഥാപാത്രങ്ങളും തന്നെയാണ് പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. നന്നായിട്ട് പടം ഇമോഷണലി കണക്ട് ആവുന്നുണ്ട് എന്നുള്ളതും വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. നല്ല രീതിയിൽ എഴുതിയേക്കുന്ന ക്യാരക്ടേഴ്സ്, അത് ഗംഭീരമായിട്ട് അവതരിപ്പിച്ച ആക്ടേഴ്സും പടത്തിന്റെ പോസിറ്റീവാണ്. ഇന്ദുഗോപനും ജസ്റ്റിൻ മാത്യുവും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. ബേസിലിന്റെ സ്ഥിരം കഥാപാത്രങ്ങളിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഇതിലെ അജേഷ് എന്ന കഥാപാത്രം. വല്ലാത്തൊരു മനുഷ്യനാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും നമ്മൾ അടുത്തറിയുമ്പോഴേക്കും തങ്കം പോലുള്ള ഒരു മനുഷ്യനാണെന്ന് പറയാം. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ബേസിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സോ ബേസിലിന്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ പടത്തിലുള്ളതെന്ന് പറയാം. ലിജോമോൾ ജോസ് അവതരിപ്പിച്ച സ്റ്റെഫിയും അങ്ങനെയാണ്. ആദ്യം ഒരു ഈർഷ്യ നമുക്ക് തോന്നുമെങ്കിലും കുറെ കഴിഞ്ഞ ക്യാരക്ടറിനോട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മറ്റൊരു ശക്തമായ വേഷം മരിയൻ എന്ന കഥാപാത്രമാണ്. കഥയിലെ വില്ലൻ എന്നൊക്കെ പറയാമെങ്കിലും അയാൾ ഒരിക്കലും ഒരു വില്ലനായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ആ സാഹചര്യം കൊണ്ടാണ് പുള്ളി അങ്ങനെയായി മാറുന്നത്. ആ ക്യാരക്ടറിനെ വളരെ കിടുവായിട്ട് തന്നെ സജിൻ ഗോപു, നമ്മുടെ അമ്പാൻ, അവതരിപ്പിച്ചിട്ടുണ്ട്. ബ്രൂണോ ആയിട്ട് വന്ന ആനന്ദ് മന്മഥൻ, പുള്ളിയൊക്കെ എന്തൊരു നാച്ചുറൽ ആക്ടറാണ്. ആ ക്യാരക്ടറിന്റെ ഓരോ സാഹചര്യവും നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ദീപക് പറമ്പോലെ അവതരിപ്പിച്ച മാർക്കണ്ഡേയ ശർമ്മ വളരെ രസകരമായിട്ടുള്ള ക്യാരക്ടറാണ്. ഈ 4-5 ചെറുപ്പക്കാർ തമ്മിൽ മുൻപരിചയം ഒന്നും വലുതായിട്ടില്ല, പക്ഷെ ഇവർ തമ്മിൽ ഉടലെടുക്കുന്ന ഒരു മനോഹരമായ ബോണ്ട് ഉണ്ട്. അത് ഡയറക്റ്റ് ആയിട്ടല്ലെങ്കിലും ഓവറാക്കാതെ മനോഹരമായിട്ട് തന്നെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യേശുക്രിസ്തു വേഷത്തിൽ ദീപക് പറമ്പോലെ പോകുമ്പോഴുള്ള ഡയലോഗ് ഒക്കെ ആ ഒരു സൗഹൃദം സൂചിപ്പിക്കുന്നുണ്ട്. മുകേഷിന്റെ പെങ്ങളായ ഗംഭീര അഭിനേത്രി കൂടിയായ സന്ധ്യ രാജേന്ദ്രനാണ് ലിജോമോളുടെ അമ്മയായിട്ട് വരുന്നത്. കിടുവായിരുന്നു പുള്ളിക്കാരി. അതുപോലെ ജയാക്കുറുപ്പ്, രാജേഷ് ശർമ്മ, കിരൺ പീതാംബരൻ തുടങ്ങിയവരും പടത്തിലുണ്ട്. ടെക്നിക്കൽ സൈഡിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ ആ ഒരു ലൊക്കേഷൻ, കഥ നടക്കുന്ന ആ ഒരു പ്രദേശം ഉണ്ടല്ലോ, അതൊരു ക്യാരക്ടറായിട്ട് തന്നെ സിനിമയിൽ നിലകൊള്ളുന്നുണ്ട്. സനു ജോൺ വർഗീസിന്റെ ക്യാമറയുടെ മിടുക്കാണെന്ന് ഞാൻ പറയും. പിന്നെ മ്യൂസിക്, പ്രത്യേകിച്ച് ഇതിലെ പാട്ടുകൾ പടത്തിന്റെ വലിയ സ്ട്രെങ്ത് ആണ്. പടം തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ടൈറ്റിൽ സോങ് ഉണ്ട്, അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ക്യാച്ചി ആയിരുന്നു കേട്ടോ. അതിന്റെ വരികളും മ്യൂസിക്കും. കൊല്ലത്തെ കുറിച്ചുള്ള പാട്ടാണ്. അപ്പൊ തന്നെ പടത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷ ഉയർന്നായിരുന്നു. അതുപോലെ തന്നെ ചിത്രചേച്ചി പാടിയ ഒരു ഇമോഷണൽ എന്ന് പറയാവുന്ന ഒരു പാട്ടുണ്ട്. ആ ഭാഗത്ത് ലിജോമോളുടെ ക്യാരക്ടറിന്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് ഡയലോഗായിട്ട്, വരികളായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയാം. അൻവർ അലിയുടേതാണ് വരികൾ, ജസ്റ്റിൻ വർഗീസിന്റെ കിടു മ്യൂസിക്കും. നിതിൻ രാജ് ആരോളാണ് ഇതിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത്. എനിക്ക് പടത്തിൽ വലിയ നെഗറ്റീവ് ഒന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. ഞാൻ സത്യത്തിൽ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഈ പടം പോയി കണ്ടത്. ട്രെയിലർ കണ്ടപ്പോൾ അല്ലെങ്കിൽ ടീസർ കണ്ടപ്പോൾ എനിക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല, പക്ഷെ പോയി കണ്ടപ്പോൾ പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. തുടക്കത്തിൽ കുറച്ചൊക്കെ വളരെ സാധാരണമാണെന്നൊക്കെ തോന്നുമെങ്കിലും ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴേക്കും, പ്രത്യേകിച്ച് ഇപ്പോഴാണ് നിനക്കൊരു വെട്ടം വന്നതെന്നൊരു ഡയലോഗ് ഒക്കെ ഉണ്ട്. ഉഫ്, പൊന്മാനല്ല മാൻ, തങ്കമ്മാനാണ്. സോ ഈ മാസം എനിക്ക് ഇപ്പം രേഖാചിത്രം കഴിഞ്ഞ് അതുപോലെ തൃപ്തി നൽകിയ ഒരു സിനിമയാണ് പൊന്മാൻ. അതുപോലെ തന്നെ ഈ പടം അവസാനം ഇങ്ങനെ ഡയറക്റ്റഡ് ബൈ എഴുതി കാണിക്കുമ്പോൾ നിർത്തരുത്, അത് ഇച്ചിരി കൂടെ പടം ഉണ്ട് കേട്ടോ ബാക്കി. സോ ആകമൊത്തം ടോട്ടലിൽ സാധാരണക്കാർക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ് പൊന്മാൻ. ഫാമിലി ഓഡിയൻസിനെ പടം നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. 2 മണിക്കൂർ 7 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. പിന്നെ ഞാൻ ഈ പറഞ്ഞത് എന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. ചിലർക്ക് ഇത് അത്രയ്ക്ക് ഗംഭീരമായിട്ട് തോന്നാം, ചിലപ്പോൾ ആവറേജ് ആയിട്ടോ ബിലോ ആവറേജ് ആയിട്ടോ അല്ലെങ്കിൽ മാസ്റ്റർ പീസ് ആയിട്ടോ ഒക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ പടം കണക്ട് ആവുക. അപ്പോൾ നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരിയാണ്.